ഇറാനുമായുള്ള യുദ്ധം ശക്തമാകുന്നതിനിടയിൽ നിലവിലെ സന്നാഹങ്ങൾക്ക് പുറമെ 1000-ഓളം സൈനികരെ കൂടി അധികമായി മേഖലയിലേക്ക് വിന്യസിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. അമേരിക്കൻ കരസേനയുടെ അടിയന്തര പ്രത്യാക്രമണ വിഭാഗമായ 82-ാം എയർബോൺ ഡിവിഷനിലെ സൈനികരാണ് വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെത്തുക. മേജർ ജനറൽ ബ്രാൻഡൻ ടെക്മയറുടെ നേതൃത്വത്തിലുള്ള സംഘം വരും ദിവസങ്ങളിൽ നോർത്ത് കരോലൈന ഫോർട്ട് ബ്രാഗിൽ നിന്ന് പുറപ്പെടുമെന്നാണ് സൂചന. നാവികസേനയുടെ കപ്പലുകളിലായി 5000-ഓളം മറീനുകളെ നേരത്തെ തന്നെ മേഖലയിലേക്ക് നിയോഗിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പാരച്യൂട്ട് വഴി ശത്രു മേഖലയിലിറങ്ങി തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാൻ പരിശീലനം ലഭിച്ച എയർബോൺ ഡിവിഷനെ കൂടി അമേരിക്ക രംഗത്തിറക്കുന്നത്. നിലവിൽ 50,000 US സൈനികർ മേഖലയിലുണ്ടെന്നാണ് കണക്ക്. ജപ്പാനിൽ നിന്നും സാന്റിയാഗോയിൽ നിന്നുമുള്ള യുദ്ധക്കപ്പലുകളും മധ്യപൂർവ്വ ദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുവാൻ ചർച്ചകൾ തുടങ്ങിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. സ്റ്റീവ് വിറ്റ്കോഫ്, ജാരദ് കുഷ്നർ, മാർക്കോ റൂബിയോ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കാളികളാണെന്നും മറുവിഭാഗത്തിന് കരാറിലെത്താൻ താൽപ്പര്യമുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ അവകാശവാദം ഇറാൻ തള്ളി. നേരിട്ടുള്ള ചർച്ചകൾ നടക്കുന്നില്ല എന്നും ഇറാൻ സമ്പൂർണ്ണ വിജയം നേടും വരെ പോരാട്ടം തുടരുമെന്നുമാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കാമെന്നും അറിയിച്ചിട്ടുണ്ടെങ്കിലും അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.